ഉസ്താദുമാരെ, ഉപ്പമാരെ, എൻ്റെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ സ്നേഹിക്കുന്ന പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും നിമിഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് നിങ്ങൾ ആരും നബിയുടെ പേര് കേട്ടാൽ ഉടനെ സലാത്ത് ചെല്ലാത്തത്? നബിയുടെ പേര് കേട്ടാൽ ഉടനെ സലാത്ത് ചെല്ലുക. നമ്മുടെ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര വിട്ടുവീഴ്ചയുടെയും പറ്റാത്ത ഉറവയായിരുന്നു. നാം പഠിച്ചിട്ടുണ്ട് നബിയുടെ ചര്യ പിൻപറ്റണമെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ കൂട്ടുകാരെ, നമ്മുടെ സമൂഹത്തിൽ കാരുണ്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പിച്ചി ചീന്തി തെരുവിലേശിക്കുന്നു. എന്തിന്? സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ കാരുണ്യത്തിന് എന്ത് പ്രസക്തി? ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കാമെന്ന് ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ? നമ്മുടെ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യം വറ്റിവരണ്ട അറേബ്യയിലേക്ക് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂങ്കാറ്റായാണ് നബി തങ്ങൾ കടന്നു വരുന്നത്. മർദ്ദിക്കപ്പെടുന്നവർക്ക് താങ്ങായും അവഗണിക്കപ്പെടുന്നവർക്ക് ആശ്വാസമായും നിരാലംബരായവർക്ക് അടിമകൾക്ക് മോചിതനായും ആ കാരുണ്യം നിറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറച്ച് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഒരു ദിവസം ഒരു വൃദ്ധ കാട്ടിലൂടെ വിറകെട്ടുമായി നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ വൃദ്ധയോട് പറഞ്ഞു, ആ വിറകെട്ട് ഇങ്ങോട്ട് തരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ശേഷം വിറകെട്ടുമായി ചെറുപ്പക്കാരനും വൃദ്ധയും നടന്നു പോകുമ്പോൾ ആ വൃദ്ധ പറഞ്ഞു, മക്കയിൽ മുഹമ്മദ് എന്നൊരാളുണ്ട്, അവനുമായി നീ കൂട്ടുകൂടരുത്, നീ ചീത്തയാകും. അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചു. ശേഷം വിറകേട്ട് തിരികെ ഏൽപ്പിച്ച് മടങ്ങാൻ നിൽക്കുമ്പോൾ ആ വൃദ്ധ ചോദിച്ചു, മോരെ, നിന്റെ പേരെന്താണ്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പറഞ്ഞ മുഹമ്മദ് ഞാനാണ്. ആ വൃദ്ധ അമ്പരന്ന് പോയി. മരങ്ങളോടും മറ്റ് ജലാചരങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യം കാണിച്ചു. മരത്തിലേക്ക് കല്ലെറിയരുത് എന്ന് പറഞ്ഞ് മരങ്ങളോട് കാരുണ്യം കാണിച്ചു. ഒരു ദിവസം ഒരു സഹാബി ഒരു കിളിക്കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ അതിനെ കാണാതിരുന്നാൽ അതിന്റെ അമ്മ വിഷമിക്കുമെന്ന് പറഞ്ഞ് കിളിയോട് കാരുണ്യം കാണിച്ചു. അതാണ് പ്രവാചകൻ. നമ്മുടെ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചപ്പോൾ അക്രം ഇബ്നു ഹാഫിസ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ആരെയും ഇതുവരെ ഇങ്ങനെ ചുംബിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യത്തെ എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാ? നാം എല്ലാവരും നബിയുടെ ചര്യ പിൻപറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്.